നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഒരിടത്താണ്, നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ തെളിയുന്ന സ്ക്രീനുകളുടെ മുന്നിൽ. രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ മൊബൈൽ, ലാപ്ടോപ്പ്, ടെലിവിഷൻ തുടങ്ങി സ്ക്രീനുകൾ നമ്മെ വിട്ടു പോകുന്നതേയില്ല. പക്ഷേ ഈ തുടർച്ചയായ സ്ക്രീൻ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് നമ്മുടെ കണ്ണുകളെയാണ്. സ്ക്രീൻ ടൈം കൂടിയതോടെ ഡ്രൈ ഐ പ്രശ്നങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണം ദിനം പ്രതി ഉയരുകയാണ്. വരണ്ട കണ്ണുകൾ, ഇടയ്ക്കിടെയുള്ള തലവേദന, കാഴ്ചമങ്ങുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. വർദ്ധിച്ച സ്ക്രീൻ ടൈം മാത്രമല്ല, ചൂടും മലിനീകരണവുമെല്ലാം നേത്രരോഗത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. തുടർച്ചയായി സ്ക്രീൻ നോക്കുന്നത് കണ്ണിനും ചുറ്റുമുള്ള പേശികളെയും ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കുറേ നേരം സ്ക്രീൻ നോക്കിയിരിക്കുന്നത് കണ്ണ് ചിമ്മുന്നത് കുറയ്ക്കുന്നു. ഇത് കണ്ണുകൾ വരണ്ടതും കണ്ണെരിച്ചിലിനും അസ്വസ്ഥതയ്ക്കും കാരണമാകും. ഒരല്പം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം വലുതാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് തടയാം. സ്ക്രീനിന് മുമ്പിലിരുന്ന് തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ കണ്ണുകൾക്ക് വിശ്രമം നൽകണം. അതിനായി 20-20-20 റൂൾ പാലിക്കാം. ഓരോ 20 മിനിറ്റിലും 20 അടി ദൂരെയുള്ള ഒന്നിലേക്ക് 20 സെക്കൻഡ് നോക്കുക. അത് കണ്ണിലെ സമ്മർദ്ദം കുറയ്ക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീനിന്റെ സ്ഥാനത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. സ്ക്രീൻ കണ്ണിന് നേരെയല്ല, മറിച്ച് കുറച്ച് താഴെയായിരിക്കണം. ബ്രൈറ്റ്നസ് വളരെ കൂടുതലോ വളരെ കുറവോ ആവരുത്. ഇനി ദിവസവും ചൂടുവെള്ളം നനച്ച ഒരു തുണി കണ്ണിന് മുകളിൽ കുറച്ചു നേരം വയ്ക്കുന്നത് കണ്ണുകൾക്ക് വലിയ ആശ്വാസം നൽകും. ഇത് കണ്ണിന്റെ നൈസർഗിക എണ്ണഗ്രന്ഥികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ഡ്രൈ ഐയുടെ പ്രശ്നം കുറയ്ക്കുവാൻ വളരെയേറെ സഹായിക്കും. അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ സഹായകരമായ ഒന്നാണ് വെള്ളം. വെള്ളം കുടിക്കുന്നത് ഒരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും കണ്ണുകളുടെ ആരോഗ്യത്തിൽ അതിന് വലിയ പങ്കുണ്ട്. ശരീരത്തിലെ ജലത്തിന്റെ അളവിൽ കുറവ് വന്നാൽ അത് ആദ്യം പ്രതിഫലിക്കുന്നത് കണ്ണുകളിലൂടെയാണ്. അതിനാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം. എന്നിട്ടും കണ്ണിലെ വേദനയും വരൾച്ചയും തുടർച്ചയായി അനുഭവപ്പെടുകയാണെങ്കിൽ അവ അവഗണിക്കരുത്. ഒരു നേത്ര ഡോക്ടറുടെ സഹായം തേടുന്നത് അത്യാവശ്യമാണ്. സ്ക്രീനുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ നമ്മുടെ കണ്ണുകൾ ആ ജീവിതം കാണുവാനുള്ള വഴിയാണ്. അവ സംരക്ഷിക്കുവാൻ ഇന്നു തന്നെ ചെറിയ മാറ്റങ്ങൾ തുടങ്ങാം.